ഹായ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ TPA3110 ബേസ്ഡ് ബ്ലൂടൂത്ത് ആംപ്ലിഫയറിനെ പറ്റി പറഞ്ഞിരുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ കണക്ഷൻസ് എങ്ങനെയാണ് കൊടുക്കണമെന്ന് നോക്കാം. ഇതിൻ്റെ കണക്ഷൻസ് മെയിൻലി വരുന്നത് നമുക്കിതിനൊരു ഇതിൻ്റെ പവർ സപ്ലൈ കൊടുക്കണം. പവർ സപ്ലൈക്ക് ഇവിടെ വി പോസിറ്റീവ് വി നെഗറ്റീവ് എന്നുണ്ട്. അതിലേക്ക് നമ്മൾ പവർ സപ്ലൈ കൊടുക്കുക. അപ്പോൾ ഇതിന് മെയിൻലി പവർ സപ്ലൈ യൂസ് ചെയ്യുന്നത് ഒരു 8 വോൾട്ട്സ് ടു 24 വോൾട്ട് വരെ ഇതിന് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കൊരു 12 വോൾട്ടിൻ്റെ പവർ സപ്ലൈ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ലാപ്ടോപ്പിൻ്റെ ചാർജറാണ് ഐഡിയൽ ആയിട്ടുള്ളത്. അപ്പോൾ അത് കൊടുക്കണമെങ്കിൽ നമ്മൾ ഇതുപോലത്തെ ഒരു DC കണക്ടർ വാങ്ങുക ഷോപ്പിൽ നിന്ന്. എന്നിട്ട് അതിൻ്റെ അടിയിലുള്ള പിന്നിൽ നമ്മുടെ വയേഴ്സ് സോൾഡർ ചെയ്തിട്ട് ഇതിലേക്ക് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ വയേഴ്സാണ്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഇതൊരു സെൻട്രൽ ചാനലാണ്. നമ്മുടെ ലോക്കൽ കടകളിലൊക്കെ കിട്ടുന്ന സെൻട്രൽ ചാനൽ സ്പീക്കറാണ്. ഈ സെൻട്രൽ ചാനൽ സ്പീക്കറിൻ്റെ ഈ നടുവിലത്തെ ട്വീറ്റർ ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഈ 2 സ്പീക്കേഴ്സാണ് യൂസ് ചെയ്യുന്നുള്ളൂ. ബിക്കോസ് ട്വീറ്ററിൽ കൂടി യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ഷാർപ്പായിട്ടുള്ള സൗണ്ട് വരുന്നുണ്ട്. കേൾക്കാൻ സുഖമില്ലാത്ത സൗണ്ടാണ് വരുന്നത്. പക്ഷേ ഇത് തന്നെ വയ്ക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു സൗണ്ട് കിട്ടുന്നുണ്ട്. ഇതിന് ഏകദേശം ഒരു 350 രൂപയാണ് വരിക. ഈ ഒരു അതിലും കുറവ് വിലയ്ക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടിയേക്കാൻ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൽ. പ്ലസ് നമ്മുടെ ബോർഡിന് വരുന്നത് ഏകദേശം 250 രൂപയാണ്. അപ്പോൾ ഒരു 500 രൂപ 600 രൂപയ്ക്ക് നിങ്ങളുടെ ബ്ലൂടൂത്ത് സ്പീക്കർ റെഡിയാവും. പിന്നെ ഇതിൻ്റെ പവർ സപ്ലൈ നിങ്ങളുടെ കയ്യിൽ ആൾറെഡി ഒരു ലാപ്ടോപ്പിൻ്റെ പവർ സപ്ലൈ അല്ലെങ്കിൽ വേറെ 12 വോൾട്ട് പവർ സപ്ലൈ പോസിറ്റീവ് നെഗറ്റീവ് സപ്ലൈ ഉണ്ടെങ്കിൽ DC പവർ സപ്ലൈ ഉണ്ടെങ്കിൽ അത് മതിയാവും. പിന്നെ ഇതിൻ്റെ ബാക്കിൽ 2 സ്പീക്കർ കണക്ഷൻസ് ഉണ്ട്. അത് സോൾഡർ ചെയ്യുക ഇതിലേക്ക്. അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും നോക്കിയിട്ട് നമ്മുടെ ഇതിലേക്ക് കണക്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ ഞാൻ ഈ 2 സ്പീക്കറുകളിലേക്കാണ് കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ലാപ്ടോപ്പ് പവർ സപ്ലൈ നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്യണം. ബ്ലൂടൂത്ത് മോഡ്. അപ്പോൾ നിങ്ങളൊരു അനൗൺസ്മെൻറ്റ് കേട്ട മോഡിന്ന് അത് കഴിഞ്ഞിട്ടൊരു ക്ലിക്കിംഗ് സൗണ്ടും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ ബ്ലൂടൂത്തായിട്ട് കണക്റ്റഡ് ആയി. അപ്പോൾ നമ്മുടെ മൊബൈലിൽ പോയിട്ട് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്ലൂടൂത്തിൻ്റെ പേര് കിട്ടും. അതിലേക്ക് പെയർ ചെയ്യുക. Win98 എന്ന് പറഞ്ഞിട്ടാണ് ഇതിൻ്റെ പേര് വരുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇത് കണക്ഷൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. ഇനി നമുക്കിത് എങ്ങനെയാണ് പെയർ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മളിതിന് നമ്മുടെ മൊബൈലിൽ ബ്ലൂടൂത്ത് എടുക്കുക. അപ്പോൾ അതിൽ സെർച്ച് ചെയ്യുക. നമ്മളിത് സെർച്ച് ചെയ്യുക നമ്മുടെ മൊബൈലിൽ. അപ്പോൾ നമ്മുടെ മൊബൈലിൽ വന്നു Win668 എന്ന് പറഞ്ഞ് വന്നു. അപ്പോൾ ഈ Win668 എന്ന ഡിവൈസാണ് ഈ വരുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് പെയർ ചെയ്യാം. അപ്പോൾ പെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, കണക്റ്റ് ആയി കഴിഞ്ഞാൽ ഒരു സൗണ്ട് കേൾക്കുക. അതിൽ ഒരു സൗണ്ട് നിങ്ങൾ കേട്ടത് അത് കണക്റ്റ് ആയി എന്നുള്ളതാണ്. ഇനി നമുക്ക് പ്ലേ ചെയ്യാം. അപ്പോൾ നമ്മുടെ പാട്ട് നമ്മുടെ മൊബൈൽ ഇതായിട്ട് കണക്റ്റായി, നമ്മുടെ ഈ ബ്ലൂടൂത്ത് മോഡ്യൂളായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്കിത് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാം. ബിൽഡ് ചെയ്യാനും വളരെ കുറവ് പൈസ വരുള്ളൂ. ജസ്റ്റ് ഒരു 600 റുപ്പീസിനൊക്കെ നമുക്ക് ഈ സ്പീക്കേഴ്സും ഇതും അടക്കം ബിൽഡ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ഇതുപോലത്തെ പെട്ടിയൊന്നും വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലും കുറവ് ഒരു 10-250 രൂപയ്ക്ക് ഒരു 200 രൂപയ്ക്ക് 2 സ്പീക്കേഴ്സ് വാങ്ങിച്ചാൽ തന്നെ മതിയാവും. ഇതിന് 235 റുപ്പീസാണ് വരുന്നത്, നേരത്തെ പറഞ്ഞ പോലെ. ഇനി നമുക്കിതിനെ നമ്മുടെ ടവർ സ്പീക്കേഴ്സിന് ഇതിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇത് 15 വാട്ട്സ് ആണ്. എൻ്റെ കയ്യിലുള്ള ടവർ സ്പീക്കറിൽ കണക്ട് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയുണ്ട് സൗണ്ട് എന്നുള്ളത്. ഇതൊരു കുട്ടി ആംപ്ലിഫയർ ബോർഡാണ് വിത്ത് ബ്ലൂടൂത്ത്. വളരെ ഈസിയാണ് കണക്ഷൻസ് ഇതിൻ്റെ. നിങ്ങൾ ഈ കണ്ട പോലെ, നമ്മൾ ഈ വീഡിയോയിൽ കണ്ട പോലെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇതിനെ കണക്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നത് നിങ്ങളുടെ വീട്ടിൽ പഴയ സ്റ്റീരിയോ സിസ്റ്റമൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിനെ ബ്ലൂടൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം.
ഈവൻ അതിൻ്റെ ആംപ്ലിഫയർ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ പോലും ആ സ്റ്റീരിയോ സിസ്റ്റങ്ങൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ സ്പീക്കേഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ചെറിയൊരു സ്പീക്കേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ചെറിയ ബ്ലൂടൂത്ത് പ്ലെയർ ഉണ്ടാക്കാം. പിന്നെ സൗണ്ട് ബാർ ഉണ്ടാക്കാം കുറച്ച് നീളത്തിൽ. നമ്മൾ ഈ വീഡിയോയിൽ കണ്ട സെൻട്രൽ ചാനൽ പോലെയുള്ള സ്പീക്കർ നമുക്ക് വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ കുറച്ച് നീളത്തിലുള്ളത് വാങ്ങുകയാണെങ്കിൽ നമുക്കൊരു സൗണ്ട് ബാർ പോലെ ക്രിയേറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ നമുക്കിങ്ങനെ പല ആപ്ലിക്കേഷൻസിലും നമുക്ക് ഈ ഒരു ചെറിയ അത് യൂസ് ചെയ്യാം. വില വളരെ കുറവ് വരുന്നുള്ളൂ, 235 റുപ്പീസേ വരുന്നുള്ളൂ. നല്ല ക്ലീൻ സൗണ്ടാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. പിന്നെ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും, ഇടയ്ക്ക് കണ്ടിട്ടുണ്ടാകും 5.1 ആംപ്ലിഫയർ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ടെസ്റ്റിംഗ് സെഷനിലാണ്. അതിൻ്റെ വീഡിയോ അടുത്ത് തന്നെ ഇടുന്നുണ്ട്, എഡിറ്റിങ്ങിലാണ്. അപ്പോൾ കുറച്ച് ടൈം എടുക്കും, സമയം കിട്ടുന്നില്ല, അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ നമുക്കിനി താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങളത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക. സോ വൺസ് അഗെയിൻ താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ഡേ.